Hello friends, welcome to my YouTube channel. ഞാനും മോനും കൂടി എവിടേക്കാണെന്നായിരിക്കുമല്ലോ എല്ലാവരും വിചാരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ. കുറച്ച് നാൾ അവിടെ നിന്നിട്ട് വരാമെന്ന് കരുതി. ഇന്ന് ഞാൻ വീഡിയോ എടുത്തത് പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കുട്ടികളായിട്ട് പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ അവരെ ശ്രദ്ധിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ ചെയ്യുന്ന രീതി ഒന്നുകൂടെ പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് വന്നത്. കൊച്ചിയിൽ നിന്ന് ഖത്തറിലേക്കുള്ള ഫ്ലൈറ്റ് ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് നെടുമ്പാശ്ശേരി എയർപോർട്ട് എത്തി. അവിടെ എത്തി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നൈത്തു നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നൊരു കുട്ടിയാണ്. നൈത്തു അപ്പോൾ വേഗം തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ചാച്ചൻ്റെയും സഞ്ജുവിൻ്റെയും കൂടെ വേഗം തന്നെ ട്രോളിയൊക്കെ വലിച്ചെടുത്ത് അതിലേക്ക് ബാഗൊക്കെ എടുത്ത് വെച്ച് തന്നു. ആ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി സ്ക്രീനൊക്കെ നോക്കി ഞങ്ങളുടെ കൗണ്ടറൊക്കെ നോക്കി കണ്ടുപിടിച്ച് ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടിയിട്ട്. നൈത്തും ആണ് അതേ നോക്കിക്കേ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടി. അത് കഴിഞ്ഞ് നേരെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോയത്. അവിടുത്തെ വീഡിയോ ഞാൻ അധികം എടുത്തില്ല കേട്ടോ, ഞങ്ങൾ നടക്കുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് അവിടെ പോയി ഇരിക്കാൻ തുടങ്ങി. വെയിറ്റ് ചെയ്യാനിരിക്കുമ്പോഴേക്കും നൈത്തുവിന് ബോറടിക്കുമല്ലോ, കുറേ നേരം ഇരിക്കണ്ടേ. ഫ്ലൈറ്റ് ഉള്ളത് 4:50 അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് അവിടെ എന്തായാലും എത്തിച്ചേർന്ന്. അപ്പോൾ പിന്നെ നൈത്തുവിന് ഫുഡ് കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നൈത്തുവിനെ ഒന്ന് കറക്കാമെന്ന് കരുതി ഞാൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അവിടെ നിന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഫ്ലൈറ്റൊക്കെ കാണായിരുന്നു. അതൊക്കെ അങ്ങനെ കുറേ നേരം കാണിച്ചു കൊടുത്ത് ഇടയ്ക്ക് നൈത്തുവിന് ഇഷ്ടമുള്ളൊരു ഫുഡാണ് ബിസ്ക്കറ്റ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് എല്ലാവരും പറയും, പക്ഷേ എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ, അവർക്ക് ഇഷ്ടമുള്ളതല്ലേ. അപ്പോൾ പിന്നെ ഇഷ്ടമുള്ളത് വല്ലപ്പോഴെങ്കിലുമൊക്കെ കൊടുക്കണ്ടേന്ന് കരുതി അങ്ങനെ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ആൾ ഹാപ്പി ആയിട്ടിരുന്ന്. പിന്നെ നൈത്തു കുറേ നേരം ചെയറിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കയറലും ഇരിക്കലും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് വന്നപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് നടന്നു തുടങ്ങി. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ നൈത്തുവിന് ഭയങ്കര ഹാപ്പി ആയിട്ടോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ വേറൊരു എയ്റോപ്ലെയിനും ഒക്കെ കാണാമായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ കുട്ടികളെ എപ്പോഴും എൻഗേജ്ഡ് ആക്കുക, ഓരോ കാര്യങ്ങൾ അവർ പറയുന്നത് പോലെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനൊക്കെ മാക്സിമം നോക്കുക. അപ്പോൾ അവർ എൻഗേജ്ഡ് ആയിരുന്നാൽ നമ്മളോട് അധികം വികൃതി എടുക്കുകയോ ഓടി നടക്കുകയോ ഒന്നും ചെയ്യില്ല. നമ്മളും കൂടെ നടന്നാൽ മതി, അവരുടെ കൂടെ കളിക്കുകയും ഒക്കെ ചെയ്ത് നിൽക്കുമ്പോൾ കുട്ടികൾ നല്ല സൂപ്പറായിട്ടിരുന്നോളൂ. അങ്ങനെ ഫ്ലൈറ്റ് എടുത്തപ്പോഴേക്കും ഇത്രയും കളിച്ചതല്ലേ, നൈത്ത് മോൻ ഉറങ്ങിപ്പോയി. ഇടയിൽ എണീറ്റപ്പോൾ നൈത്തുവിന് ഞാനൊരു പഴം കൊടുത്തിരുന്നു. അത് പിന്നെ വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു. അങ്ങനെ ഇന്ത്യൻ ടൈം ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും ഖത്തറിലെത്തി അവിടുത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. ബാഗൊക്കെ എടുക്കാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിരുന്നു. ട്രോളി എന്താനാണ് ആൾക്ക് ഇഷ്ടം. അങ്ങനെ പുറത്തിറങ്ങി പപ്പേനെ കണ്ടപ്പോഴേക്കും ആൾ അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ.